Hello, my dear students. Welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റ് ആണ്, ദാറ്റ് ഈസ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. അപ്പോൾ ആക്ച്വലി ഗ്രാഫ് വരച്ചിട്ട് ഈ പോയിന്റ് മാർക്ക് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രാഫിന്റെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് എങ്ങനെയാണത് ഗ്രാഫ് ഈ പ്രൊസീഡ് ചെയ്ത് പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ആക്ച്വലി സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, അപ്പോൾ സ്ട്രെയിന് എക്സ് ആക്സിലും സ്ട്രെസ് വൈ ആക്സിലും എടുത്തിരിക്കുന്നത്. നമുക്കറിയാം സ്ട്രെസ് പറഞ്ഞ ഫോഴ്സ് ബൈ ഏരിയ ആണ്, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഫോർ എക്സാമ്പിൾ ഒരു വയർ, സ്റ്റീൽ വയർ ഓർ എൻ അലുമിനിയം വയർ, ഒരു കോപ്പർ വയർ, ഏതൊരു വയർ, ആ വയറിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് ആഡ് ചെയ്യും തോറും ആ വയറിന്റെ ലെങ്ത് മാറുകയാണ്. അപ്പോൾ ലെങ്ത് മാറുന്ന അനുസരിച്ച് നമ്മൾ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. കാരണം സ്ട്രെസ് മീൻസ് നമ്മൾ വെയിറ്റ് ആഡ് ചെയ്യുന്നതോറും ഫോഴ്സ് ബൈ ഏരിയ, വെയിറ്റ് ആഡ് ചെയ്യുന്നതോറും സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാണ്. ആ വെയിറ്റ് ആഡ് ചെയ്യും തോറും ആ ലെങ്ത്തിന് മാറ്റം വരുമ്പോൾ അവിടെ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ മാറ്റം ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി വെച്ച് നമ്മൾ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വയറിന് എക്സാമ്പിൾ ആക്കി എടുക്കും. ഓരോ മെറ്റീരിയലും ഓരോ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് വരിക. നമ്മളൊരു എക്സാമ്പിൾ ഒരു മെറ്റീരിയൽ എടുക്കുന്നു, അപ്പോൾ കോപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആയിരിക്കും, അലുമിനിയം വേറെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ ഓരോ പോയിന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 1 മീറ്റർ ലെങ്ത്തുള്ള ഒരു വയർ എടുക്കുകയാണ്. ആ വയറിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ വെയിറ്റ് ആഡ് ചെയ്യുന്നതിന് മുന്നേ അതിൽ സ്ട്രെസ്സും ഇല്ല സ്ട്രെയിനും ഇല്ല. അപ്പോൾ നോർമലി ഒരു വയർ ഫ്രീലി ഹാങ്ങിങ് ആണെങ്കിൽ സ്ട്രെസ് ഉണ്ടെന്ന് പറയാം, കാരണം വയറിന്റെ വെയിറ്റ് കൊണ്ട് ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു പറയാം. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഐഡിയൽ കേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു വയർ എടുത്തു, ആ വയർ നമ്മൾ എന്ത് വെയിറ്റ് ഒന്നും ആഡ് ചെയ്തില്ല. അപ്പോൾ വെയിറ്റ് ഒന്നും ആഡ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതിൽ സ്ട്രെസ്സും ഇല്ല, അതിന്റെ വയറിന് ലെങ്ത് മാറ്റവും വന്നിട്ടില്ല, സ്ട്രെയിനും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്നാണ്, ഒറിജിൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് നമ്മൾ ചെയ്യുന്നത് ആ വയറിൽ നമ്മൾ ആ റോപ്പിൽ അല്ലെങ്കിൽ ആ വയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വെയിറ്റ് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. വെയിറ്റ് ആഡ് ചെയ്യും തോറും എത്ര വെയിറ്റ് ആണോ ആഡ് ചെയ്യുന്നത് ആ വെയിറ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ അതിന്റെ ആ വയറിന്റെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, സ്ട്രെസ്സിന് പ്രൊപ്പോർഷണൽ ആയിട്ട് സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഗ്രാഫ് ലീനിയർ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് എന്ത് ചെയ്യും, എ എന്ന പോയിന്റ് വരെ എന്ത് ചെയ്യും, റീച്ച് ചെയ്യും. അപ്പോൾ ഈ ഒരു റീജിയനിൽ O തൊട്ട് A വരെ ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിലെ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയാൻ കാരണം, എ എന്ന പോയിന്റ് വരെ ആ പ്രൊപ്പോർഷണാലിറ്റി എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ എ കഴിഞ്ഞ് വീണ്ടും വെയിറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആ പ്രൊപ്പോർഷണാലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ഈ എ എന്ന പോയിന്റ് വരെ എന്ത് ചെയ്യും, ആ പ്രൊപ്പോർഷണാലിറ്റി എന്ത് ചെയ്യും, ഒബേ ചെയ്യും. അപ്പോൾ ഈ റീജിയൻ ആണ് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന റീജിയൻ, കാരണം സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ ഈ റീജിയൻ എ എന്ന പോയിന്റ്, അപ്പോൾ ഫോർ എക്സാമ്പിൾ 1 കിലോഗ്രാം ആഡ് ചെയ്തു, അപ്പോൾ 1 മില്ലിമീറ്റർ വന്നു, 2 കിലോഗ്രാം ആഡ് 2 മില്ലിമീറ്റർ, 3 കിലോഗ്രാം 3 മില്ലിമീറ്റർ, അങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, എ എന്ന പോയിന്റ് റീച്ച് ചെയ്യുന്നു. ഇനി എ എന്ന് വീണ്ടും നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ആഡ് ചെയ്യുമ്പോൾ പ്രൊപ്പോർഷണാലിറ്റി മാറുകയാണ്, അതായത് സ്ട്രെസ്സിനെക്കാളും സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യണം. അതായത് 1 കിലോഗ്രാം ആഡ് ചെയ്തപ്പോൾ 1 മില്ലിമീറ്റർ ആണെങ്കിൽ 2 കിലോഗ്രാം ആഡ് ചെയ്തപ്പോൾ 2 മില്ലിമീറ്റർ, 3 കിലോഗ്രാം 3 മില്ലിമീറ്റർ. ഈ റീജിയൻ എത്തിയപ്പോൾ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി പോയിന്റ് എത്തി. ഇനി 4 കിലോഗ്രാം ആഡ് ചെയ്തപ്പോൾ നമുക്ക് 4 മില്ലിമീറ്റർ ആണ് വേണ്ടത്, പക്ഷെ നമുക്ക് 6 മില്ലിമീറ്റർ വരികയാണ്. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി നഷ്ടപ്പെടുകയാണ് അവിടെ. അപ്പോൾ അതാണ് ആ ഗ്രാഫിന് ചെറിയൊരു കർവ് വരുന്നത്, കാരണം സ്ട്രെസ്സിനെക്കാളും സ്ട്രെയിൻ കൂടുതൽ ഡെവലപ്പ് ചെയ്യണം, അതാണ് ഈ ഒരു കർവ് വരുന്നത്. അപ്പോൾ ഈ ബി എന്ന പോയിന്റ് മാർക്ക് ചെയ്യാൻ കാരണം അത് ഈൽഡ് പോയിന്റ് എന്ന് പറയും, അല്ലെങ്കിൽ അതിന് എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. അപ്പോൾ എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാൻ കാരണം O മുതൽ ബി വരെ ഉള്ള റീജിയൻ വെയിറ്റ് ആഡ് ചെയ്ത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ വയർ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു പോകും. അതായത് നമ്മൾ 1 2 3 4 5 6 ഒക്കെ ആഡ് ചെയ്തു, 8 കിലോഗ്രാം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ലിമിറ്റ് ഈൽഡ് പോയിന്റ് എത്തിയെങ്കിൽ, ഈൽഡ് പോയിന്റ് എത്തി 8 കിലോഗ്രാം നമ്മൾ എടുത്തു മാറ്റി കഴിഞ്ഞാൽ ആ വയർ പഴയ 1 മീറ്ററിലേക്ക് തന്നെ തിരിച്ചു പോകും, അതായത് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു. അപ്പോൾ അതാണ് എലാസ്റ്റിക് റീജിയൻ എന്ന് പറയാൻ കാരണം നമ്മൾ ഫോഴ്സ് ആഡ് ചെയ്ത് തോറും ആ വയർ വലുതായി വരികയാണ്. ആ വെയിറ്റ് മുഴുവൻ റിമൂവ് അല്ലെങ്കിൽ ഫോഴ്സ് മുഴുവൻ റിമൂവ് ചെയ്തപ്പോൾ ആ വയർ കംപ്ലീറ്റ് ആയിട്ട് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ബി എന്ന പോയിന്റ് വരെ ആ വയർ എന്ത് ചെയ്യും, എലാസ്റ്റിക് ബിഹേവിയർ ആണ് ചെയ്യുക. അപ്പോൾ O to B എന്ന് പറയുന്നത് അതിൽ എലാസ്റ്റിക് ബിഹേവിയർ ചെയ്യും. അതാണ് ബി എന്ന പോയിന്റ് ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഈൽഡ് പോയിന്റ് നമുക്ക് വേറൊരു പേരും പറയാം, ദാറ്റ് ഈസ് എലാസ്റ്റിക് ലിമിറ്റ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയും വെയിറ്റ് ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന്, അതായത് എയും ബിനെക്കാളും ആ ബി സി വളരെ പെട്ടെന്ന് ചേഞ്ച് വരുന്നത്. അപ്പോൾ ബി കഴിഞ്ഞ് വീണ്ടും ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ആ വയറിന്റെ ലെങ്ത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ആഡ് ചെയ്യും തോറും ലെങ്ത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് മാറുക മാത്രമല്ല, ഒരു ഡി എന്ന പോയിന്റ് അൾട്ടിമേറ്റ് സ്ട്രെസ് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ അതിന്റെ ബലക്ഷയം വരികയാണ്. പിന്നെ വെയിറ്റ് ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് പൊട്ടിപ്പോവുക ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. അപ്പോൾ ഓരോ പോയിന്റിലെ മാർക്കിംഗ് ആണ് നോക്കേണ്ടത്. അൾട്ടിമേറ്റ് ഡി എന്ന പോയിന്റ്, ഈ ഡി എന്ന പോയിന്റ് ആണ് ശരിക്കും അൾട്ടിമേറ്റ് സ്ട്രെസ്, അതായത് ആ മെറ്റീരിയൽ താങ്ങാൻ കഴിയുന്ന സ്ട്രെസ് ആണ്. അപ്പോൾ അതിനപ്പുറം പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, മെറ്റീരിയൽ എന്ത് ചെയ്യും,
ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഒബ്ജക്റ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഡി എന്ന പോയിന്റ് കൂടുതൽ ഏറ്റവും ഹൈറ്റ് അതായത് സ്ട്രെസ് കൂടുതൽ താങ്ങാൻ പറ്റുന്ന എന്താണ് മെറ്റീരിയലിനായിരിക്കും സ്ട്രെങ്ത് കൂടുതൽ. അതുപോലെ തന്നെ യങ്സ് മോഡുലസ് കാണണമെങ്കിൽ സ്ലോപ്പ് കണ്ടാൽ മതി. കാരണം സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് കിട്ടുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഗ്രാഫിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഒന്നുകൂടി ആ പോയിന്റ് വൈസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ആക്ച്വൽ. അതിന് കുറെ കൂടി പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആണ്. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ 1% 30% എന്നൊക്കെ പറയാൻ കാരണം അതായത് 1% ബിയോണ്ട് ലെങ്ത് കൂടി കഴിഞ്ഞാൽ അതായത് ഒരു 100 മീറ്റർ വയറാണ്. 100 മീറ്റർ വയറിൽ നമ്മൾ വെയിറ്റ് ആഡ് ചെയ്ത് 101 ബിയോണ്ട് പോയി കഴിഞ്ഞാൽ അത് എങ്ങോട്ട് പോകും? അത് പ്ലാസ്റ്റിക് റീജിയനിലേക്ക് പോകും. അതേപോലെ തന്നെ 100 മീറ്ററുള്ള വയർ അത് നീട്ടി 130 മീറ്റർ ആക്കുകയാണെങ്കിൽ അത് പൊട്ടിയെന്ന് ഉറപ്പാണ്. കാരണം അതാണ് ആ മാർക്കിംഗ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഗ്രാഫിന് ശരിക്കും ഓരോ പോയിന്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. From the region O to A, the curve is linear, stress is proportional to strain. This is called elastic region. The topmost point of the elastic region is known as proportional limit. അപ്പോൾ O തൊട്ട് A വരെ അത് ലീനിയർ ആയതുകൊണ്ട് അവിടെ ഹൂക്സ് ലോ ഒബേ ചെയ്യാൻ നമുക്കറിയാം. അത് എലാസ്റ്റിക് റീജിയൻ എന്ന് പറയാൻ കാരണം ഈ ഏത് പോയിന്റിൽ നിന്നും വെയിറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ റോപ്പ് തിരിച്ച് അതേ പൊസിഷനിലേക്ക് തിരിച്ചു പോകും. അതായത് വെയിറ്റ് ഒക്കെ ആഡ് ചെയ്യുന്നതിന് മുന്നേ അത് എത്രയാണോ ലെങ്ത് ഉണ്ടായിരുന്നത് അതേ ലെങ്ത്തിലേക്ക് എന്ത് ചെയ്യും? തിരിച്ചു പോകും. അപ്പോൾ എ എന്ന പോയിന്റ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയാൻ കാരണം ആ എ എന്ന പോയിന്റ് കഴിഞ്ഞാൽ ഈ പ്രൊപ്പോർഷണാലിറ്റി എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റീജിയനിലാണ് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഗ്രാഫിൽ ചോദിക്കുക ഇൻ വിച്ച് റീജിയൻ ഹൂക്സ് ലോസ് ഒബേ ചെയ്ത്, അത് പ്ലാസ്റ്റിക് റീജിയൻ ആണോ എലാസ്റ്റിക് റീജിയൻ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ O to A എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെ ഹൂക്സ് ലോ ഒബേയും, പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് കഴിഞ്ഞാൽ ഹൂക്സ് ലോ ഒബേ ചെയ്യില്ല. പക്ഷേ O to A എന്ന് പറയുന്ന എലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയാൻ കാരണം O to A ഏതൊരു ടൈമിലും വെയിറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ റോപ്പ് പഴയ പൊസിഷനിലേക്ക് എന്ത് ചെയ്യും? തിരിച്ചു പോകും. അതാണ് എലാസ്റ്റിക് എന്ന് പറയാൻ കാരണം. നമ്മൾ എലാസ്റ്റിസിറ്റിയിൽ പഠിച്ചു നമ്മൾ ഒരു എലാസ്റ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ when the deforming force is removed the object regains original dimensions known as elastic. അപ്പോൾ അതാണ് വെയിറ്റ് മാറ്റി കഴിഞ്ഞാൽ അത് തിരിച്ചു പോകും. അപ്പോൾ ആ എലാസ്റ്റിക് ബിഹേവിയർ ആണ് ആ റീജിയനിൽ ബിഹേവ് ചെയ്യാം. From A to B, stress is not proportional to strain, but the body regains its original dimension on the removal of the deforming force. The point B is called yield point or elastic limit. The corresponding stress is called yield strength or SY. yield strength ആണ് ശ്രദ്ധിക്കുക. അതായത് എന്ന് വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബി വരെ പോകും. ബി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി നഷ്ടപ്പെടുമെങ്കിൽ കൂടി ബി വരെ അത് എലാസ്റ്റിക് ബിഹേവിയർ ആയിട്ട് ബിഹേവ് ചെയ്യും. അതായത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് കഴിഞ്ഞാലും എന്ത് ചെയ്യും? എലാസ്റ്റിക് ബിഹേവിയർ ചെയ്യാൻ പറയാൻ കാരണം എന്ന് കഴിഞ്ഞ് പിന്നെയും വെയിറ്റ് ആഡ് ചെയ്ത് പോയി കഴിഞ്ഞ് ബി എത്തുന്നത് വരെ ആ വെയിറ്റ് മുഴുവൻ റിമൂവ് ചെയ്താൽ തിരിച്ചെന്ത് ചെയ്യും? അത് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു പോകും. അതുകൊണ്ടാണ് ബി എന്ന പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കാൻ കാരണം? എലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ ബി എന്ന പോയിന്റ് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക? അതിന്റെ എലാസ്റ്റിക് പ്രോപ്പർട്ടി നശിച്ചത് പ്ലാസ്റ്റിക് പ്രോപ്പർട്ടിയിലേക്ക് എന്ത് ചെയ്യാൻ പോവാം. അപ്പോൾ ഈൽഡ് സ്ട്രെസ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഈൽഡ് സ്ട്രെങ്ത് ആ മെറ്റീരിയൽ എന്ത് ചെയ്യും? ബലക്ഷയം വരും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഈൽഡ് സ്ട്രെങ്ത് വരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു മെറ്റീരിയലിൽ വെയിറ്റ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഒരു ലിഫ്റ്റ് ആണ്. ലിഫ്റ്റിൽ ഒരു 10 പാസഞ്ചേഴ്സ് കയറാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ 15 20 കയറുമ്പോൾ പൊട്ടി വീഴുന്നല്ല, 20 പാസഞ്ചേഴ്സ് കയറുകയാണ്. അപ്പോൾ ലിഫ്റ്റ് എന്ത് ചെയ്യുന്നു? പ്ലാസ്റ്റിക് ബിഹേവിയറിലേക്ക് പോകണം റോപ്പ്, ലിഫ്റ്റിന് സപ്പോർട്ട് ചെയ്യുന്ന റോപ്പ്. പിന്നെ എന്ത് ചെയ്യും? അത് ബലക്ഷയം വന്നു അതിന്. അപ്പോൾ പിന്നെ കുറേ എന്താണ് ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ പൊട്ടി വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. നേരെ മറിച്ച് എലാസ്റ്റിക് ബിഹേവിയറിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഫോർ എക്സാമ്പിൾ പാസഞ്ചേഴ്സ് കയറും അല്ലെങ്കിൽ ആൾക്കാർ കയറും തോറും റോപ്പ് ലെങ്ത് കൂടുന്നു, ആൾക്കാർ ഇറങ്ങുമ്പോൾ റോപ്പ് തിരിച്ചു പോകുന്നു. നേരെ മറിച്ച് അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ആ ലിമിറ്റിനെക്കാളും ബിയോണ്ട് ആയിട്ട് പാസഞ്ചേഴ്സോ അല്ലെങ്കിൽ ആൾക്കാർ കയറുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് എലാസ്റ്റിക് റീജിയൻ വിട്ട് പ്ലാസ്റ്റിക് റീജിയനിലേക്ക് പോകും. അപ്പോൾ അത് ബലക്ഷയം വരാനുള്ള ചാൻസസ് എന്താണ്? കൂടുതലാണ്. In between B and D, the body does not completely regain its original dimension on removing the deforming force. In this case, even when the stress is zero, the strain is not zero. The material is said to have a permanent set. The point D is called tensile strength or ultimate stress, that is SU. The region BD is called plastic region. അതായത് ബി കഴിഞ്ഞ് വീണ്ടും നമ്മൾ വെയിറ്റ് ആഡ് ചെയ്യണമെങ്കിൽ അതിൽ ഒരു പെർമനന്റ് സെറ്റ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു വയറിൽ നമ്മൾ 1 മീറ്റർ വയറാണ്, അത് ആഡ് ചെയ്ത് പോയി അത് എന്ത് ചെയ്തു? അതിൻ്റെ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് മുഴുവൻ റിമൂവ് ചെയ്താലും
ആ ലെങ്ത് കൂടി തന്നെ നിൽക്കും. അതാണ് പെർമനന്റ് സെറ്റ് അതിൽ വന്നു കഴിഞ്ഞു. ഇനി ആ പോയിന്റ് ഡി ആണ് ശ്രദ്ധിക്കേണ്ടത്. പോയിന്റ് ഡി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ്, ആ വയറിന് താങ്ങാൻ കഴിയുന്ന സ്ട്രെസ് ആണ്. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് എന്ത് ചെയ്യും, അത് എന്ത് ചെയ്യും, അത് പൊട്ടും. അതുപോലെ ആ സി ഡി റീജിയൻ അല്ലെങ്കിൽ ആ ഡി റീജിയൻ ഒക്കെ അതൊക്കെ പ്ലാസ്റ്റിക് റീജിയൻ ആണ്. കാരണം വെയിറ്റ് ആഡ് ചെയ്യും തോറും എന്ത് ചെയ്യും, വയറ് ലെങ്ത് കൂടും. ആ ലെങ്ത് അങ്ങനത്തെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു പോകില്ല, ലെങ്ത് എന്ത് ചെയ്യും, അതുപോലെ നിൽക്കും. After D, additional strain is produced even by a reduced applied force and the material breaks at the point E. The point E is called breaking point or fracture point. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഡി കഴിഞ്ഞ് വെയിറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വെയിറ്റ് കുറച്ചാൽ തന്നെ എന്ത് ചെയ്യും, കാരണം സ്ട്രെസ് കുറയണം. അവിടെ സ്ട്രെസ് കുറഞ്ഞാൽ എന്ത് ചെയ്യും, അതിൽ ബ്രേക്കിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ വയർ എന്ത് ചെയ്യും, പെർമനന്റ് ആയിട്ട് എന്ത് ചെയ്യും, പൊട്ടിപ്പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും, ഏതിനാണ് പ്ലാസ്റ്റിക് റീജിയൻ കൂടുതൽ, ഏതിനാണ് ഇലാസ്റ്റിക് റീജിയൻ കൂടുതൽ. അപ്പോൾ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, വരയ്ക്കാം. ഓരോ മെറ്റീരിയൽ, ചില മെറ്റീരിയൽ പ്ലാസ്റ്റിക് റീജിയൻ കൂടുതലായിരിക്കും, ചില മെറ്റീരിയൽ ഇലാസ്റ്റിക് റീജിയൻ കൂടുതലായിരിക്കും, ചിലത് പ്രൊപ്പോർഷണാലിറ്റി സ്ട്രെങ്ത് കൂടുതൽ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെസ് അതാണ് നോക്കണത്. ആർക്കാണോ അൾട്ടിമേറ്റ് സ്ട്രെസ് കൂടുതൽ അവർക്കാണ് അതിന്റെ സ്ട്രെങ്ത് കൂടുതൽ. അതുപോലെ തന്നെ യങ്സ് മോഡുലസ് കാണാൻ വേണ്ടി പറഞ്ഞാൽ, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കാണാൻ വേണ്ടി പറഞ്ഞാൽ അതിന് സ്ലോപ്പ് കണ്ടാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഗ്രാഫിൽ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഒന്നിനും ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ ഗ്രാഫ് വരച്ച് തന്നിട്ട് ഓരോ പോയിന്റ് മാർക്ക് ചെയ്യാൻ ചോദിക്കും. ഇനി ഓരോ പോയിന്റ് പ്രോപ്പർട്ടീസ് ചോദിക്കുക, അല്ലെങ്കിൽ എലാസ്റ്റിക് റീജിയൻ ഏതാണ്, പ്ലാസ്റ്റിക് റീജിയൻ ഏതാണ്, എവിടെയാണ് ഹൂക്സ് ലോ ഒബേ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. മാലിബിൾ ആൻഡ് ഡക്റ്റൈൽ. എന്താണ് മാലിബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ? Malleability means the ability of a material to make them into thin sheets. Ductile means the ability of a material to be stretched, twisted or bent without breaking. Both of them should have good plastic region. Malleable എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, തിൻ ഷീറ്റ് ആക്കാൻ പറ്റും. ഡക്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ചെറിയ വയർ എന്തുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ആക്കി വലിച്ചു നീട്ടാനൊക്കെ പറ്റും. ഈ രണ്ടിനും, മാലിബിൾ ആണെങ്കിലും ഡക്റ്റൈൽ ആണെങ്കിലും അതിന് പ്ലാസ്റ്റിക് റീജിയൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാരണം പൊട്ടാതെ വലിച്ചു നീട്ടുക എന്ന് പറയുമ്പോൾ എന്ത് വേണം, പ്ലാസ്റ്റിക് റീജിയൻ എന്തായിരിക്കും, രണ്ടിനും കൂടുതൽ. അപ്പം മാലിബിൾ മീൻസ് ഷീറ്റ് ആക്കുക, ഡക്റ്റൈൽ മീൻസ് എന്താണ്, ചെറിയ വയറുകളാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെച്ച് ചെയ്ത് വലിച്ച് പൊട്ടിക്കാതെ വലിച്ചു നീട്ടാൻ പറ്റും. ബെസ്റ്റ് ഡക്റ്റൈൽ മെറ്റീരിയൽസ് പ്ലാറ്റിനം, ബെസ്റ്റ് മാലിബിൾ മെറ്റീരിയൽസ് ഗോൾഡ്. അപ്പോൾ ബെസ്റ്റ് ഡക്റ്റൈൽ എന്ന് പറയുന്നത് പ്ലാറ്റിനം ആണ്, അതുപോലെ തന്നെ മാലിബിൾ എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. ഗോൾഡിന് അതുകൊണ്ട് നമുക്ക് പല ഓർണമെന്റ്സ്, വളരെ 1 ഗ്രാം 2 ഗ്രാമിനൊക്കെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്വിസ്റ്റ് ചെയ്യാനും ബെൻഡ് ചെയ്യാനും പറ്റും, അത് ബ്രേക്ക് ചെയ്യാതെ. ഇതിലാണ് ഈ പറയുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ആൾ ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആർ മാലിബിൾ ബട്ട് ആൾ മാലിബിൾ മെറ്റീരിയൽസ് ആർ നോട്ട് നെസസറി ഡക്റ്റൈൽ. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് ചോദിച്ചാണ്. അതായത് എല്ലാ ഡക്റ്റൈൽ മെറ്റീരിയലും മാലിബിൾ ആണ്, പക്ഷെ എല്ലാ മാലിബിളും ഡക്റ്റൈൽ ആവണം നിർബന്ധമില്ല. അപ്പോൾ അതിനുള്ള ഒരു എന്താണ്, ഒരു എക്സാമ്പിൾ വെച്ച് വേണം പറയാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയാൻ എന്താണ്, ഓൾ ആപ്പിൾസ് ആർ ഫ്രൂട്ട്സ്, പക്ഷെ ആൾ ഫ്രൂട്ട്സ് ആർ നോട്ട് ആപ്പിൾ. എല്ലാ ആപ്പിളും ഫ്രൂട്ടാണ്, പക്ഷെ എല്ലാ ഫ്രൂട്ടും ആപ്പിൾ അല്ല. അപ്പൊ അതേപോലെ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. ഫോർ എക്സാമ്പിൾ, clay can be easily shaped, but when you try to stretch it, it breaks. അതായത് നമുക്ക് ക്ലേ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലേ, മണ്ണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിച്ച് പരത്തി ഒരു ഷീറ്റ് ആക്കാൻ പറ്റും മണ്ണിനെ. പക്ഷെ നേരെ മറിച്ച് മണ്ണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വയറാക്കാൻ കഴിയില്ല. അപ്പൊ അതാണ്. അപ്പം ക്ലേ എന്ന് പറയുന്നത്, കളിമണ്ണ് എന്ന് പറയുന്നത് എന്താണ്, നല്ല മാലിബിൾ ആണ്, പക്ഷെ എന്തല്ല, ഡക്റ്റൈൽ അല്ല. പക്ഷെ ഡക്റ്റൈൽ എല്ലാ മെറ്റീരിയൽ എന്തായിരിക്കും, മാലിബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഗോൾഡ് എടുക്കുകയാണെങ്കിൽ ഗോൾഡ് എന്താണ്, മാലിബിൾ ആണ്, അതേയോടൊപ്പം തന്നെ ഡക്റ്റൈലും ആണ്. അപ്പൊ എല്ലാ ഡക്റ്റൈലും മാലിബിൾ ആയിരിക്കും, ബട്ട് എല്ലാ മാലിബിൾ എന്തായിരിക്കില്ല, ഡക്റ്റൈൽ ആയിരിക്കണം നിർബന്ധമില്ല. അതാണ് ഇതിന് എക്സാമ്പിൾ. നെക്സ്റ്റ്, ടഫ്നെസ് ആൻഡ് ബ്രിട്ടിൽനെസ്. അപ്പൊ എന്താണ് ടഫ്നെസ്? Toughness of a material is the ability to withstand sudden shocks or blocks without fracturing it. അതായത് ടഫ്നെസ് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ സ്ട്രെസ് കൊടുക്കുകയാണ്. സ്ട്രെസ് കൊടുത്താൽ പെട്ടെന്നുള്ള ബ്ലോക്ക് നീ വിസ്റ്റാൻഡ് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യില്ല, പൊട്ടില്ല. അത് the substance which will break as soon as the stress is increased beyond the elastic limit are called ബ്രിട്ടിൽ സബ്സ്റ്റൻസ്. ഗ്ലാസ് ഒക്കെ ബ്രിട്ടിൽ, ഒരു ബിയോണ്ട് ലിമിറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. അതിന് പ്ലാസ്റ്റിക് റീജിയൻ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. സച്ച് മെറ്റീരിയൽ ഹാവ് ലോ പ്ലാസ്റ്റിക് റീജിയൻ, കാരണം പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഇതാണ് പ്ലാസ്റ്റിക് റീജിയൻ എന്ത് ചെയ്യാൻ കുറവാന്ന് പറയാൻ കാരണം. ദ ബ്രേക്കിംഗ് പോയിന്റ് ഈസ് വെരി ക്ലോസ് ടു ദ എലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ എലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു പറഞ്ഞാൽ ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ടാകും. അപ്പോൾ ഒരു ഫോഴ്സ് താങ്ങാൻ പറ്റാതെ വന്ന് അപ്പം തന്നെ ബ്രേക്ക് ആയി പോകണം. അതാണ് ബ്രിട്ടിൽ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ. എക്സാമ്പിൾ, ഗ്ലാസ്, കാസ്റ്റ് അയൺ, ceramics, etc. are the examples for brittle substance. Elastomers, the substance that can be stretched to 3 or more times their actual length but not obeying Hooke's law are called elastomers. അപ്പോൾ ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. എലാസ്റ്റോമേഴ്സിന് അത് എന്ത് ചെയ്യില്ല, ഹൂക്സ് ലോ ഒബേ ചെയ്യില്ല. അതിൽ എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വൽ ലെങ്ത്തിന്റെ 3 മടങ്ങ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ വലിച്ചു നീട്ടാൻ പറ്റും.
although their elastic region is large, they do not have well defined plastic region. അപ്പോൾ അതിന്റെ elastic region കൂടുതലായിരിക്കും, പക്ഷേ well defined plastic region ഉണ്ടാവില്ല. Examples: റബ്ബർ, ടിഷ്യഫ്റ്റ് എക്സെട്ര ദ എക്സാമ്പിൾസ് ഓഫ് എന്താണ് എലാസ്റ്റോമേഴ്സ്. നമുക്ക് ഇത്രയും വലിച്ചു നീട്ടാൻ പറ്റും. അപ്പോൾ റബ്ബറൊക്കെ നല്ല ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എലാസ്റ്റോമേഴ്സ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എലാസ്റ്റോമേഴ്സിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നോക്കുക. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത്. പിന്നെ ബ്രിട്ടിൽ എന്താണ്, ഡക്റ്റൈൽ എന്താണ്, മാലബിൾ ടഫ്നെസ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നോക്കാം. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ് ആർ വെരി ക്ലിയർ ടു യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഫീൽ ഫ്രീ ആസ്ക് ടു കമന്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.